ബി.ജെ.പി. ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി.സി. വർഗീസ് നയിക്കുന്ന ജനസംരക്ഷണ യാത്രയ്ക്ക് രാജാക്കാട്ടിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗം ബി.ജെ.പി. സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ടി.പി. സിന്ധുമോൾ ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണം, ജില്ലയിലെ ഭൂവിഷയങ്ങൾ, ഇടുക്കി ജില്ലയിൽ മാത്രമായുള്ള നിർമ്മാണ നിരോധനം, മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗം, പട്ടയ വിഷയങ്ങൾ തുടങ്ങിയ ജനകീയ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ ജില്ലയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയാണ് ജനസംരക്ഷണ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ബി.ജെ.പി. ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി.സി. വർഗീസ് പീരുമേട്, ഉടുമ്പൻചോല, ഇടുക്കി നിയോജക മണ്ഡലങ്ങളിൽ കൂടി നയിക്കുന്ന ജനസംരക്ഷണ യാത്രയ്ക്കാണ് രാജാക്കാട് സ്വീകരണം നൽകിയത്. സ്വീകരണ സമ്മേളനം ബി.ജെ.പി. സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ടി.പി. സിന്ധുമോൾ ഉദ്ഘാടനം ചെയ്തു. ദൈവത്തിന്റെ സ്വന്തം നാടിന്ന് ചെകുത്താന്റെ നാടായി മാറിയിരിക്കുകയാണെന്ന് അവർ കുറ്റപ്പെടുത്തി. കേരളം നമ്പർ 1 ആണെന്നാണ് ഇരട്ടച്ചങ്ങന്റെ വാദം. കേരളം പോലെ ഇത്രയും ജനങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന മറ്റൊരു സംസ്ഥാനവും ഇന്ത്യ മഹാരാജ്യത്തില്ലെന്നാണ് CPM-ന്റെ നേതാക്കന്മാരും LDF-ന്റെ ഭരണകൂടവും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാക്ഷര സുന്ദര കേരളം നമ്മൾ പറഞ്ഞു പഴകിയ വാക്കാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് നമ്മൾ പറഞ്ഞു കേട്ടതും പറഞ്ഞു പഴകിയതുമായ വാക്കാണ്. ഒരു പക്ഷേ ഇതൊക്കെ ആയിരുന്നു ഒരു സമയമെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാട് ചെകുത്താന്റെ നാടായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ഒരു കാലഘട്ടത്തിൽ അങ്ങ് വടക്കേ ഇന്ത്യയിലേക്ക് നോക്കി UP ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഉത്തർപ്രദേശിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടുത്തെ സഹാക്കന്മാര് പാട്ടുപാടുമായിരുന്നു. ആഹാ സുന്ദര കേരളം. UP ഒക്കെ തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് എന്താണ് കുഴപ്പം? എത്ര മനോഹരമായ ജീവിതങ്ങളാണ് ഇവിടെ. പക്ഷെ ഇന്ന് UP നോക്കി അത് പറയുവാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന് നട്ടല്ലുണ്ടോ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് P. അനീഷിന്റെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തിൽ അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറി V.S. സജി, V.V. ബാബു, ഷാജി നെല്ലിപ്പറമ്പിൽ, V.S. രതീഷ്, C. സന്തോഷ് കുമാർ, സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.